ആപ്കി അദാലത്തിൽ വിദ്യാബാലന്റെ മേലുള്ള കുറ്റാരോപണം. ഇവർ ഇമേജ് മാറ്റാൻ വേണ്ടി എന്തിനും തയ്യാറാണ് എന്നുള്ളതാണ്. വിദ്യ മേഡം, ഇപ്പോൾ താങ്കൾ ആപ്കി അദാലത്തിൽ വന്നിരിക്കുകയാണ്. ഇപ്പോൾ താങ്കളെ കാണാൻ ഒരു മനോഹരമായ രൂപഭംഗിയുണ്ട്. അതെ, തീർച്ചയായും. കുട്ടിക്കാലത്ത് ഇമേജിനെ കുറിച്ച് താങ്കൾക്ക് യാതൊരു ബോധവും ഇല്ലായിരുന്നു. ശരിക്കും വണ്ണമുള്ള വ്യക്തിയായിരുന്നു കേട്ടു. അതെ, തടിച്ചിട്ടായിരുന്നു. തടിച്ചതാണെന്ന് വെച്ചാ എങ്ങനെയാ അത് പറയേണ്ടതെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. 10 വയസ്സിൽ 100 കിലോ വെയിറ്റ് ആണോ? ദൈവത്തിനോടാണ് നന്ദി പറയേണ്ടത്. ഞാൻ 100 കിലോ വരെ ഒന്നും പോയില്ല. പക്ഷേ കുറച്ചു നാളൂടെ അങ്ങനെ വിട്ടിരുന്നെങ്കിൽ 100 കിലോ വരെ എത്തിയേനെ. ഞാനൊരു ഭക്ഷണപ്രിയയാണ്. നേരത്തെ വളരെ തടിച്ചിട്ടായിരുന്നു. ആഹാരം കഴിക്കുന്നതല്ലാതെ വേറൊന്നും ചെയ്യില്ലേ? അമ്മ എന്നെ ഇടയ്ക്കിടയ്ക്ക് വോളിബോളിന് വിടാറുണ്ടായിരുന്നു. ത്രോ ബോളിനും പിന്നെ ബാസ്കറ്റ് ബോളിനും വിടുമായിരുന്നു. ഇങ്ങനെയെങ്കിലും പോയി കളിച്ചിട്ട് എന്റെ വെയിറ്റ് കുറയുന്നായിരുന്നു അമ്മയുടെ വിചാരം. പക്ഷെ അവിടെ പോയി എന്താണെന്ന് പറയുന്നതെന്നറിയോ? ആക്ച്വലി എനിക്ക് അപ്പൻഡിക്സിന്റെ ഓപ്പറേഷൻ നടക്കാൻ പോവാ, എന്നെ കൊണ്ട് കളിക്കാൻ കഴിയില്ലെന്ന് പറയുമായിരുന്നു. അത്രയ്ക്ക് ലേസി ആയിരുന്നു ഞാൻ. പക്ഷേ കുട്ടിക്കാലത്ത് ഇമേജിനെ കുറിച്ച് താങ്കൾക്ക് യാതൊരു ബോധവും ഇല്ലെന്നറിഞ്ഞു. ശരിക്കും തടിച്ച വ്യക്തിയായിരുന്നെന്ന് കേട്ടു. ഇപ്പൊ പറഞ്ഞാ വിശ്വസിക്കില്ല. നന്നായിട്ട് തടിച്ചിരുന്ന സമയത്ത് ഞാൻ വിചാരിക്കും ഞാൻ മാധുരി ദീക്ഷിത്താണെന്ന്. എല്ലാരും ചെറിയ വയസ്സില് ഇതുപോലുള്ള ചിന്തകളിലൊക്കെയല്ലേ ജീവിക്കുക. നമ്മുടെ ചൈൽഡ്ഹുഡ് അങ്ങനെ ആയിരിക്കുമല്ലോ. പിന്നെ എങ്ങനെയാണ് താങ്കൾ സിനിമയ്ക്കുള്ളിലേക്ക് വന്നത്? വലിയൊരു യാത്രയായിരുന്നു എന്ന് വേണം പറയാൻ. കോളേജിൽ പഠിക്കുന്ന സമയത്ത് ആർട്ട് ഫിലിംസ് നിറയെ ചെയ്യുമായിരുന്നു. 100 മേളിൽ ആർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം മ്യൂസിക് വീഡിയോസ്, അതിനുശേഷം സൗത്തിൽ നിന്ന് നിറയെ ഓഫേഴ്സ് ഒക്കെ വന്നിരുന്നു. പക്ഷെ ഒന്നും വർക്കൗട്ടായില്ല. ഫൈനലി താങ്കൾ ഒരു കാര്യം മനഃപൂർവ്വം മറച്ചിരിക്കുകയാണ്. ഞാനിപ്പോ ആ കാര്യം കാണിക്കാം. സൗത്തിൽ താങ്കൾ 10 സിനിമ സൈൻ ചെയ്തു, പക്ഷെ അതിൽ നിന്നൊക്കെ എടുത്തു മാറ്റി. ഇല്ലില്ല. അങ്ങനെ വേണമെങ്കിലും പറയാം. എന്റെ ആദ്യത്തെ മൂവി ഒരു വലിയ മലയാളം മൂവിയായിരുന്നു, മോഹൻലാൽ സാറിന്റെ കൂടെ. അപ്പം ഞാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. ചിത്രീകരണത്തിന്റെ വേളയിൽ മോഹൻലാൽ സാറിനും ഡയറക്ടർ സാറിനും എന്തോ പ്രശ്നമുണ്ടായി. മൂവി തന്നെ ഡ്രോപ്പായി. പക്ഷേ ശ്രമിച്ചുകൊണ്ടിരുന്നു. എന്നാലും രണ്ടുപേരുടെയും പ്രശ്നങ്ങൾ തീർത്ത് വീണ്ടും മൂവി സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ ഇടയിൽ അവിടെ നിറയെ മലയാളം ഡയറക്ടേഴ്സ് മലയാളം മൂവിക്ക് വേണ്ടി എന്നെ ബുക്ക് ചെയ്തു. ഈ മൂവി ഇനിയും തുടരുകയില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ അവരെല്ലാവരും എന്നെ ഒരു ജിൻസായിട്ട് കണ്ടു. ഞാൻ മഞ്ജുലി ഗാർവാൾ അപ്പം മുതലേ ചെയ്യുന്നുണ്ടായിരുന്നു. ഇല്ല, ഐ ഡോണ്ട് നോ വാട്ട് ഇറ്റ് വാസ്. അവരെന്തിനാണ് അങ്ങനെ ചിന്തിച്ചെന്നറിയില്ല. ജിൻസായിട്ട് കണ്ടിട്ട് എന്നോട് പറയാതെ പോലും എല്ലാ പ്രോജക്റ്റിൽ നിന്നും എന്നെ മാറ്റി നിർത്തി. പിന്നീട് ഐ വാസ് ലെഫ്റ്റ് വിത്ത് നത്തിങ്. മറ്റൊരു വിചിത്രമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, സൗത്ത് ഇന്ത്യൻ ഫിലിംസിൽ താങ്കളെ ജിൻസായിട്ടാണ് കരുതുന്നത്. പക്ഷെ താങ്കളുടെ ആദ്യത്തെ ഹിന്ദി സിനിമ തന്നെ സൂപ്പർ ഹിറ്റ് ആയിരുന്നു. അതെ, അതെന്റെ നല്ല സമയമായിരുന്നു. ഒരു സമയത്ത് ഹോളിവുഡിൽ എന്നെ എന്താണ് പറയാൻ തുടങ്ങിയെന്ന് വെച്ചാ, ഷീസ് എ ലക്കി മാസ്കറ്റ്. സോ ഐ ജസ്റ്റ് തിങ്ക് ഇതെന്റെ നല്ല സമയമാണെന്ന് വിചാരിച്ചു. താങ്ക് ഗോഡ് അതെല്ലാം മാറി മറിഞ്ഞു. പക്ഷേ പരിണിതയിൽ അഭിനയിച്ചതിന് ശേഷം താങ്കൾക്കൊരു പുതിയ ഇമേജ് ലഭിച്ചു. ഒരു ബംഗാളി ശാലീന സൗന്ദര്യമുള്ള പെൺകുട്ടിയായി. അതിനുശേഷം ആ ഇമേജ് താങ്കളോടൊപ്പം തന്നെ ചേർന്നുപോയി. അത് ഇല്ലാതാക്കാൻ വേണ്ടി ശരിക്കും കഷ്ടപ്പെട്ടോ? ഐ തിങ്ക് ഐ എം റിയലി ഹാപ്പി. എന്താണെന്ന് വെച്ചാ, എന്റെ ഫിലിം കരിയറിൽ ആദ്യം തന്നെ നല്ലൊരു മൂവി എനിക്ക് ചെയ്യാൻ കഴിഞ്ഞു. എപ്പോഴും ഒരു 10-15 മൂവി ചെയ്തതിന് ശേഷമല്ലേ പരിണീതി പോലൊരു പടം കിട്ടാറ്. അതുവരെ നമുക്കൊരു സ്ട്രോങ് ആയിട്ടുള്ള ഇമേജ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. സീൻ ആരംഭിച്ചപ്പോൾ തന്നെ എനിക്കൊരു സ്ട്രോങ് ആയിട്ടുള്ള ക്യാരക്ടർ കിട്ടി. ചില നേരത്ത് ആൾക്കാരൊക്കെ പറയാറുണ്ട്, അതെന്താണെന്ന് വെച്ചാ വിദ്യാബാലന്റെ പോലെയല്ലാതെ വേറെന്തെങ്കിലും ചെയ്യണമെന്ന്. പക്ഷെ ഇതുവരെ അതെനിക്ക് മനസ്സിലായിട്ടേ ഇല്ല. വിദ്യാബാലന്റെ പോലെ ചെയ്യാൻ ശ്രമിക്കുന്നു, പക്ഷെ അവർക്കത് വേണ്ടാന്ന് പറയുന്നു. ബട്ട് ഐ എം ക്വൈറ്റ് ഹാപ്പി ബിക്കോസ് ഇതുവരെ എനിക്ക് കിട്ടിയ റോളുകളെല്ലാം അതിൽ കൂടി നിറയെ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാനും പഠിക്കുവാനും സാധിച്ചു. എന്നോട് മറ്റൊരു വ്യക്തി ഇങ്ങനെയാണ് പറഞ്ഞത്, ആ റോൾ മാറ്റാൻ വേണ്ടി താങ്കൾ വളരെയധികം ബുദ്ധിമുട്ടിയെന്ന്. പിന്നെ ന്യൂസ് പേപ്പറിലുണ്ടായിരുന്നു, ഒരു പാർട്ടിയിൽ വിദ്യാബാലൻ നന്നായിട്ട് മദ്യപിച്ചിട്ട് ഒരു ചെയറിന്റെ പുറത്ത് കയറി ഡാൻസ് കളിച്ചെന്ന്.
ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല ഇതുപോലുള്ള ഇതിലെന്താ കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത് എവിടുന്നാ. വെച്ചാൽ മദ്യപാനശീലമില്ലാത്ത ഒരു വ്യക്തി ഒരു പാർട്ടിയിൽ വെച്ച് മദ്യപിക്കുകയാണെങ്കിൽ അവരുടെ സാഹചര്യം Oh എങ്ങനെയായിരിക്കും my എല്ലാവർക്കും God. അറിയാം. ഒരു പാർട്ടിയിൽ വെച്ച് വിദ്യാബാലനും അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. വിദ്യ മദ്യപിച്ചതിന് ശേഷം ചെയറിന്റെ മുകളിൽ കയറി ഡാൻസ് കളിച്ചു. ഞാൻ ഇതുവരെ ചെയറിന്റെ പുറത്ത് ഡാൻസ് കളിക്കാനല്ലാതെ കേറിയിട്ടേ ഇല്ല. സിനിമയിലും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഇത് എപ്പോ എവിടെയാണ് നടന്നതെന്ന് ഒരു ഓർമ്മയില്ല. പക്ഷേ താങ്കളുടെ ഇഷ്കിയ സിനിമയിൽ താങ്കൾ നന്നായിട്ട് കുടിച്ചിട്ട് ഡാൻസ് കളിക്കുന്ന ഒരു സീനുണ്ട്. അതെ, ഞാൻ കുടിച്ചില്ല, പക്ഷെ ആക്ട് ചെയ്തു. അതെ, ആക്ടിങ് ചെയ്തു. നേരത്തെ പറഞ്ഞതുപോലെ ഞാനിത് എങ്ങനെ ചെയ്യുന്നോർത്ത് പേടിച്ചിരുന്നു. മദ്യലഹരി പാമ്പായിട്ട് ഡാൻസ് കളിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷേ ഐ തിങ്ക് എങ്ങനെയോ അത് ചെയ്തു. പാട്ട് വളരെ പവർഫുൾ ആയിരുന്നു. അതുകൊണ്ട് അതിന്റെ കൂടെ സിങ്കായി ഞാനും ഡാൻസ് ചെയ്തു. പിന്നെ മറ്റൊരു പേപ്പറിൽ എഴുതിയിരുന്നു ഇഷ്കിയയിൽ ഉം. വിദ്യാബാലൻ പ്രേമത്തിന്റെ ഗുരുവായിരുന്നു. ഹർഷദ് വാസിക്കും നസറുദ്ദീൻ ഷായ്ക്കും താങ്കൾ എങ്ങനെ സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ചു കൊടുത്തു. അതെ, ആ ക്യാരക്ടറാണ് അവരെ എങ്ങനെ സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ചത്. ബേസിക്കലി അവരെ രണ്ടുപേരെയും സ്നേഹത്തിനുള്ളിൽ വീഴ്ത്തണമെന്നായിരുന്നു. അവൾക്ക് അതല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു. പക്ഷേ അവൾ അതൊന്നും ചെയ്യാൻ തയ്യാറല്ലായിരുന്നു. പക്ഷെ അവരാണ് ഇവരുടെ സ്നേഹത്തിൽ വീഴാൻ തയ്യാറായി നിന്നത്. ഇതിനെ ഒരു ത്രികോണ ശക്തി ഇതാണ് എന്ന് പറയാം. സ്ത്രീകളുടെ അത് കണ്ടതിന് ശേഷം ജനങ്ങൾ വിദ്യാബാലൻ ഇങ്ങനെയാണെന്ന് കരുതും. ഒരുപക്ഷെ അങ്ങനെ വിചാരിച്ചാൽ ഇനി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുമല്ലേ എന്റെ ഇമേജ്.